മിശിഹ അനുകരണം പുസ്തകം 3 അധ്യായം 40. വീമ്പ് പറയാൻ തക്ക ഒരു നന്മയും മനുഷ്യനില്ല. ഭക്തിയെ പ്രതിയോ അങ്ങയെ തേടാനുള്ള ആവശ്യകതയെ പ്രതിയോ മാനുഷിക സമാശ്വാസങ്ങൾ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, കാരണം എന്നെ ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. മാനുഷിക സമാശ്വാസങ്ങൾ ഉപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ പ്രസാദം ന്യായമായി എനിക്ക് പ്രത്യാശിക്കാമായിരുന്നു. നവമായ ഒരു സമാശ്വാസത്തിൽ എനിക്ക് ആനന്ദിക്കാമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നന്മകളുടെയും പ്രഭവസ്ഥാനമായ അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. നിന്റെ കൺമുൻപിൽ ഞാൻ വെറും പൊള്ളയും ശൂന്യതയുമായ അസ്ഥിരനും ദുർബലനുമായ മനുഷ്യനാണ്. എനിക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത്? എന്താണ് ഞാൻ ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? നിശ്ചയമായും എൻ്റെ ശൂന്യതയെക്കുറിച്ച് തന്നെ, പക്ഷേ അത് ഏറ്റവും വ്യർത്ഥമാണ്. ദുരഭിമാനം തീർച്ചയായും ഒരു മഹാരോഗമാണ്, കാരണം അത് യഥാർത്ഥ മഹത്വത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും സ്വർഗീയ കൃപകൾ നമ്മിൽ നിന്ന് കവർന്നെടുക്കുകയും ചെയ്യുന്നു. തന്നിൽ തന്നെ സംപ്രീതി കണ്ടെത്തുന്ന മനുഷ്യൻ അങ്ങയെ അപ്രീതിപ്പെടുത്തുന്നു. മനുഷ്യരുടെ പ്രശംസ ഒരുവൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥ പുണ്യങ്ങൾ അവനിൽ ഇല്ലാതാകുന്നു. ഒരുവൻ തന്നിൽ തന്നെ അഭിമാനിക്കുന്നതിലല്ല, അങ്ങയിൽ അഭിമാനിക്കുന്നതിലാണ് യഥാർത്ഥ മഹത്വവും പരിശുദ്ധമായ ആനന്ദവും അടങ്ങിയിരിക്കുന്നത്. സ്വന്തം സുഹൃതങ്ങളിൽ ആനന്ദം കൊള്ളാതെ അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നതാണത്. അങ്ങയിലല്ലാതെ മറ്റു സൃഷ്ടികളിൽ ഒന്നിലും സന്തോഷം തേടാതിരിക്കുന്നതാണത്. എൻ്റെയല്ല, അങ്ങയുടെ നാമം പ്രകീർത്തിക്കപ്പെടട്ടെ. മനുഷ്യപ്രശംസയായ യാതൊന്നും എൻ്റെ മേൽ ചൊരിയപ്പെടാതിരിക്കട്ടെ. അങ്ങാണ് എൻ്റെ മഹത്വം, അങ്ങാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദം. ദിവസം മുഴുവൻ അങ്ങിൽ ഞാൻ മഹത്വവും ആനന്ദവും കണ്ടെത്തും. എന്നാൽ എൻ്റെ കാര്യത്തിൽ എൻ്റെ ബലഹീനതകളിലല്ലാതെ മറ്റൊന്നിലും ഞാൻ അഭിമാനിക്കുന്നില്ല. പാവനാത്മാവെ വരിക വേഗം, ദാസരിലെന്നും വസിച്ചിടേണം. പാവനാത്മാവെ വരിക വേഗം, ദാസരിലെന്നും വസിച്ചിടേണം. നിന്നാലേ നിർമ്മിതമായ കൃത്തിൽ ദിവ്യപ്രസാദം നിറച്ചിടേണം. നിന്നാലേ നിർമ്മിതമായ കൃത്തിൽ ദിവ്യപ്രസാദം നിറച്ചിടേണം. ആശ്വാസദായക പാവനാത്മാ, ദൈവിക ദാനവും സ്നേഹവും നീ, ജീവൻ തരുന്നൊരരുവിയും നീ, അഗ്നി ആത്മാവിൽ ലേപനവും നീ. സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതീ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ഗബ്രിയേലന്ന് സ്വസ്തി ചൊല്ലി, മോദമോടതു നീ സ്വീകരിച്ചു. ശാന്തിയുറപ്പേകിയല്ലോ ഹവ്വതൻ നാമം മാറ്റി കുറിച്ചതന്നേ. സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതീ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. I
അന്ധതയിൽ ജ്യോതി സാകുതായേ. സർവരോഗവും അകറ്റണേ അമ്മേ, സമ്പൂർണ്ണമോദം യാചിപ്പൂ ഞങ്ങൾ. പ്രഭയോനും സമുദ്രതാരമേ സ്വസ്തി. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ.